നമസ്കാരം. അതി ടാരോട്ട് ഗൈഡൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കേട്ടോ കറണ്ട് തോട്ട്. അത് ഏത് വേണമെങ്കിൽ ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, ഏത് ഇതിലും സാമ്പത്തികമാവാം, ഏത് വിധത്തിലാണെങ്കിലും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് തോട്ടാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. കറണ്ട് എനർജി ഈ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നോളൂ. 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ കേട്ടോ. ഇത് ആരുടെയൊക്കെ എനർജിയാണ് വരുന്നതെന്നുള്ളത് അറിയില്ല. നന്നായി പ്രാർത്ഥിക്കൂ. ഇത് നിങ്ങളുടെ എനർജിയാണ്. ഇത് നിങ്ങൾ ആരെയാണോ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ എനർജിയാണ്. ഇത് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഗൈഡൻസ് ആണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. മേജർ ആർക്കാന കാർഡായ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജി പറയുന്നത് നിങ്ങളെന്തോ ഒരു വിഷമിച്ച് ഫീലിംഗ്, എന്തോ ഒരു വിഷമാവസ്ഥയിലിരിക്കണം കണ്ടോ. 4 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിലോ ഇമോഷൻ്റെ കാര്യത്തിൽ എന്തിലോ ഒരു കാര്യത്തിൽ വിഷമം നേരിട്ടുണ്ട് നിങ്ങൾക്ക്. ഇവർ ക്യൂൻ ഓഫ് കപ്സാണ്. ഇവർ പറഞ്ഞാൽ വികാരപരമായിട്ട് അവർ റിലേഷൻഷിപ്പിലാണെങ്കിലോ എന്തോ അതിൻ്റെ അത്രയും ഹൈ ലെവലിലിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി. കാരണം അതെന്ന് വെച്ചാൽ ആർക്കോ നല്ലോണം നല്ല സ്നേഹം കൊടുക്കാനൊക്കെ റെഡിയായിട്ട് എല്ലാത്തിനും റെഡി. അബണ്ടൻസിൻ്റെ കാർഡും കൂടിയിട്ടാണ്. ഒരു അമ്മ ക്യാരക്ടർ, ഫാദർ, ഫുൾ എനർജി ഉള്ള ഒരു ഇത് കേട്ടോ. എമോഷൻ്റെ ഹൈ ലെവലിലുള്ള കാർഡാണിത്. ഇത് ആരോ ചീറ്റിങ്ങിൻ്റെ ഒരു ഇത് വരാൻ പോകുന്നുണ്ട് കേട്ടോ. അതിൽ ചീറ്റിംഗ് ആണ്. 7 ഓഫ് സോഡ് പറയുമ്പോൾ ഒരു ചീറ്റിംഗ്, ഡിവൈൻ പറയുന്നു ചീറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. അതിൽ നന്നായിട്ടിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡ് പറഞ്ഞാൽ അത് നമ്മൾ സ്ട്രെങ്ത് പറയുമ്പോൾ നമ്മൾ ഒരു എത്ര കഠിനമായ ആളെയും നമ്മളുടെ മനോധൈര്യം കൊണ്ട് അവർ കീഴ്പ്പെടുത്തുക, ആ ഒരു ഇതാണ് സ്ട്രെങ്ത്. മേജർ ആർക്കാന കാർഡാണ്. അതിൽ കുറച്ച് ജാഗ്രതയായിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ട്, അവർ നല്ല ഹൈ ഇതിലാണ് ഇരിക്കുന്നത് ഇമോഷൻ്റെ കാര്യത്തിൽ. ഡോൺ സ്റ്റോപ്പാണെന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും മനസ്സുകൊണ്ട് എന്തെങ്കിലും കാര്യം വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥന ഏതാണെങ്കിൽ അത് നിർത്തരുത്. ഇത് യു ആർ റെഡി എന്ന്. നിങ്ങൾ എല്ലാ വിധത്തിലും ഒരു ഹൈ എല്ലാം സ്പിരിച്വലി നിങ്ങളിതായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനും സ്വീകരിക്കാൻ റെഡി ആയിരുന്നുള്ളൂ. നല്ലതിനെ സ്വീകരിക്കാൻ റെഡി ആയിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇന്നത്തെ എനർജി ഇതാണ് കാണിക്കണേ. ആർക്കൊക്കെയാണ് ഇത് റെസനേറ്റ് ആവുക എന്നറിയില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കൂ കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.